നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ. ഇത് ചരിത്ര നിമിഷം. ലോക ചെസ് ചാമ്പ്യനായി ഇന്ത്യയുടെ ഡി ഗുഗേഷ്. 14ാം റൗണ്ടിലാണ് ജയം. ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഡി ഗുഗേഷ്. ചൈനയുടെ ലിങ് ഡിറനെയാണ് ഗുഗേഷ് തോൽപ്പിച്ചത്. 13 റൗണ്ട് പോരാട്ടം പൂർത്തിയായപ്പോൾ ഇന്ത്യയുടെ ഡി ഗുഗേഷും ചൈനീസ് താരം ഡിങ് ലിറനും 6.5 പോയിന്റുമായി ഒപ്പത്തിനൊപ്പമായിരുന്നു. ആവേശകരമായ ഫൈനൽ റൗണ്ടിലാണ് ഗുഗേഷ് നിർണായക ജയം സ്വന്തമാക്കി ലോക ചെസ് ചാമ്പ്യനായത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ഇന്ത്യക്കാരനെന്ന നേട്ടത്തിലേക്ക് ഡി ഗുഗേഷ് എത്തി. കോടമഞ്ഞ് കാണാൻ പൊന്മുടിക്ക് പോകാൻ പ്ലാനുണ്ടോ? എങ്കിൽ ഒരുങ്ങേണ്ട. പൊന്മുടി താൽക്കാലികമായി അടച്ചു. മലയോര മേഖലയിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നതിനെ തുടർന്നും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലും തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം താൽക്കാലികമായി അടച്ചു. പൊന്മുടിക്ക് പുറമെ കല്ലാർ, മീൻമുട്ടി, പാലോട്, മങ്കയം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു. മഴയെ തുടർന്ന് പൊന്മുടി ഇക്കോ ടൂറിസം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറന്ന് പ്രവർത്തിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്താണ് അധികൃതരുടെ തീരുമാനം. വയനാട് ദുരന്തം കേരളത്തിന് തിരിച്ചടി. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കില്ല. മുണ്ടക്കൈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാതെ കേന്ദ്ര സർക്കാർ. പ്രത്യേക പാക്കേജിനെ കുറിച്ചും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് ലോക്സഭയിൽ പരാമർശിച്ചില്ല. ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനിടെ വയനാട് പാക്കേജ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ബില്ല് അവതരിപ്പിച്ച മന്ത്രി വയനാടിനായി ഒന്നും നൽകിയില്ല. വയനാടിനായി പരമാവധി ഇടപെടലുകൾ കേന്ദ്രം നടത്തിയിട്ടുണ്ടെന്നും SDRF-ൽ നിന്നും NDRF-ൽ നിന്നും ദുരിതാശ്വാസ സഹായം നൽകി കഴിഞ്ഞെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വ്യക്തമാക്കി. പാലക്കാട് അപകടം. 4 വിദ്യാർത്ഥിനികളുടെയും സംസ്കാരം നാളെ. എതിരെ വന്ന വാഹനത്തിനെതിരെ കേസെടുത്ത് പോലീസ്. പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായ അപകടത്തിൽ എതിരെ വന്ന വാഹനത്തിനെതിരെ കേസെടുത്ത പോലീസ്. വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസെടുത്തത്. പ്രജീഷ് ലോറി അശ്രദ്ധമായും അമിത വേഗത്തിലും വാഹനം ഓടിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. അമിത വേഗതയിലെത്തിയ ഈ ലോറി സിമന്റ് കയറ്റുവെന്ന മറ്റൊരു ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. ലോറിക്കടിയിൽപ്പെട്ട 4 പെൺകുട്ടികളാണ് മരിച്ചത്. ഒരു പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ മരിച്ച 4 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. രാവിലെ 6-ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങും. ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കും. തുടർന്ന് പള്ളിക്ക് തൊട്ടടുത്തുള്ള ഹാളിൽ പൊതുദർശനം നടക്കും. കുട്ടികൾ പഠിച്ച കരിമ്പ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകില്ല. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായും പരീക്ഷ മറ്റൊരു ദിവസം നടത്തുമെന്നും വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. ആശുപത്രിയിൽ തീപിടുത്തം. 7 പേർക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് ഡിണ്ടിഗൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു ആൺകുട്ടി ഉൾപ്പെടെ 7 പേർ ദാരുണമായി മരിച്ചു. 100-ലധികം രോഗികൾ അകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 4 നില കെട്ടിടമാണ് ആശുപത്രി. 2 ഫയർ എഞ്ചിനുകൾ വെള്ളമൊഴിച്ച് ആശുപത്രിയിൽ തീ അണച്ചു. രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റാൻ സ്വകാര്യ ആംബുലൻസുകൾ ഉൾപ്പെടെ 50-ലധികം ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട്. 6 പേർ കൂടി ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്.